വെൽക്കം ടു ഹോംവർക്ക് പി എസ് സി ബുള്ളറ്റിൻ 2026 ഫെബ്രുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ് പാർട്ട് 2. പത്മ അവാർഡ് 2026 പത്മവിഭൂഷൺ ലഭിച്ചത് 5 പേർക്കാണ്. 2026 പത്മവിഭൂഷൺ 5 പേർക്ക് ലഭിച്ചു. രാജ്യത്തെ രണ്ടാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് പത്മവിഭൂഷൺ. വി എസ് അച്യുതാനന്ദൻ, ധർമ്മേന്ദ്ര, കെ ടി തോമസ്, പി നാരായണൻ, എൻ രാജം എന്ന് പറയുന്ന 5 പേർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചത്. ഇതിൽ വി എസ് അച്യുതാനന്ദനും കെ ടി തോമസും പി നാരായണനും മലയാളികളാണ്. വി എസ് അച്യുതാനന്ദന് സാമൂഹ്യ പ്രവർത്തനം അല്ലെ പബ്ലിക് അഫയേഴ്സിനാണ് കിട്ടിയത്. കേരളത്തിൽ നിന്നാണ്. മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മവിഭൂഷൺ വി എസ് അച്യുതാനന്ദന് ലഭിച്ചത്. ധർമ്മേന്ദ്ര ഹിന്ദി ചലച്ചിത്ര രംഗത്തെ പ്രശസ്ത നടനാണ്. ധർമ്മേന്ദ്ര മഹാരാഷ്ട്രക്കാരനാണ്. മരണാനന്തര ബഹുമതിയായിട്ടാണ് ധർമ്മേന്ദ്രയ്ക്കും 2026 പത്മവിഭൂഷൺ ലഭിച്ചത്. ജസ്റ്റിസ് കെ ടി തോമസ് സാമൂഹ്യ പ്രവർത്തനത്തിനാണ്. കേരളത്തിൽ നിന്നാണ്. കെ ടി തോമസിനും 2026 പത്മവിഭൂഷൺ ലഭിച്ചു. പി നാരായണൻ കേരളത്തിൽ നിന്നുള്ള ആളാണ്. വിദ്യാഭ്യാസം സാഹിത്യ മേഖലയിലാണ് പി നാരായണന് പത്മവിഭൂഷൺ 2026 ലഭിച്ചത്. പാടുന്ന വയലിൻ എന്നറിയപ്പെടുന്ന ഹിന്ദുസ്ഥാനി സംഗീതജ്ഞയാണ് എൻ രാജം. ഉത്തർപ്രദേശുകാരിയാണ്. 2026 പത്മവിഭൂഷൺ ലഭിച്ചു. അപ്പോൾ മരണാനന്തര ബഹുമതിയായിട്ട് പത്മവിഭൂഷൺ 2026 ലഭിച്ചത് 2 പേർക്കാണ്. ധർമ്മേന്ദ്രയ്ക്കും വി എസ് അച്യുതാനന്ദനും. ധർമ്മേന്ദ്ര മഹാരാഷ്ട്രക്കാരനും എൻ രാജം ഉത്തർപ്രദേശുകാരിയുമാണ്. 2026 പത്മഭൂഷൺ ലഭിച്ചത് 13 പേർക്കാണ്. മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ തുടങ്ങിയ മലയാളികൾക്കും വിജയ് അമൃതരാജ്, വി കെ മൽഹോത്ര, ഷിബു സോറൻ, അൽക്ക യാഗ്നിക്, ഭഗത് സിംഗ് കോശിയാരി, കലിപ്പട്ടി രാമസ്വാമി പളനിസ്വാമി, നോറി ദത്താത്രേയുഡു, പീയൂഷ് പാണ്ഡെ, എസ് എം കാമിനന്ദൻ, ശിവവാദിൻ ആർ ഗണേഷ്, ഉദയ് കൊട്ടക് തുടങ്ങിയ 13 പേർക്കാണ് പത്മഭൂഷൺ ലഭിച്ചത്. പത്മശ്രീ ലഭിച്ചത് 113 പേർക്കാണ്. രോഹിത് ശർമ്മ, ഹർമൻപ്രീത് കൗർ, സവിത പൂനിയ, പ്രവീൺ കുമാർ, കെ പളനിവേൽ, എ ഇ മുത്തുനായകം, കലാമണ്ഡലം വിമല മേനോൻ, കൊല്ലക്കൽ ദേവകിയമ്മ, ബൽദേവ് സിംഗ്, കെ രാമസ്വാമി, പ്രദീപ് ശർമ്മ, ഹരിചരൺ സൈക്യ തുടങ്ങി 113 പേർക്കാണ് പത്മശ്രീ. അപ്പോൾ പത്മവിഭൂഷൺ 5 പേർക്കും 13 പേർക്ക് പത്മഭൂഷണും പത്മശ്രീ 113 പേർക്കും മൊത്തം 131 പേർക്കാണ് പത്മ അവാർഡ്സ് ലഭിച്ചത്. ഇത് എക്സ്ട്രാ ആഡ് ചെയ്തതാണ്. പത്മ പുരസ്കാരം 2026 കേരളത്തിൽ നിന്ന് ലഭിച്ചത് 8 പേർക്കാണ്. പത്മവിഭൂഷൺ ലഭിച്ചത് 3 പേർക്ക്. അതായത് 5-ൽ 3 പേരും കേരളത്തിൽ നിന്നാണ്. വി എസ് അച്യുതാനന്ദൻ, കെ ടി തോമസ്, പി നാരായണൻ. പത്മഭൂഷൺ ലഭിച്ച മലയാളികളാണ് 2026 മമ്മൂട്ടിയും വെള്ളാപ്പള്ളി നടേശനും. പത്മശ്രീ ലഭിച്ച മലയാളികൾ 2026 കലാമണ്ഡലം വിമല മേനോൻ. മോഹിനിയാട്ടം കലാകാരിയാണ് കലാമണ്ഡലം വിമല മേനോൻ. കൊല്ലക്കയിൽ ദേവകിയമ്മ പരിസ്ഥിതി പ്രവർത്തകയാണ്. എ ഇ മുത്തുനായകം ശാസ്ത്രവും എഞ്ചിനീയറിംഗും. അശോക ചക്ര ലഭിച്ചത് ശുഭാംശു ശുക്ല. 2026 അശോക ചക്ര ലഭിച്ചത് ശുഭാംശു ശുക്ലയ്ക്കും. 2026 കീർത്തി ചക്ര ലഭിച്ചത് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്കും. 2026 അശോക് ചക്ര ശുഭാംശു ശുക്ല, കീർത്തി ചക്ര അവാർഡ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്കും. ശൗര്യ ചക്ര ലഭിച്ചത് 2026 ലഫ്റ്റനന്റ് കമാൻഡർ കെ ദിൽന, ലഫ്റ്റനന്റ് കമാൻഡർ രൂപ, അസിസ്റ്റന്റ് കമാൻഡർ വിപിൻ വിൽസൺ. അപ്പോൾ ശൗര്യചക്ര ലഭിച്ചവർ ദിൽന, രൂപ ആൻഡ് വിപിൻ വിൽസൺ. ശൗര്യചക്ര 2026 ലഫ്റ്റനന്റ് കമാൻഡർ കെ ദിൽന, ലഫ്റ്റനന്റ് കമാൻഡർ രൂപ ആൻഡ് അസിസ്റ്റന്റ് കമാൻഡർ വിപിൻ വിൽസൺ. 64ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂരിനാണ് കിരീടം ലഭിച്ചത്. കണ്ണൂരിന്. തൃശ്ശൂരായിരുന്നു വേദി. 64ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം ലഭിച്ച ജില്ല കണ്ണൂർ. 64ാം സ്കൂൾ കലോത്സവം കണ്ണൂരാണ് വിജയ്. വേദി തൃശ്ശൂര്. 2026 അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റ് ആതിഥേയത്വം വഹിക്കുന്നത് സിംബാബ്വേയും നമീബിയയും സംയുക്തമായിട്ടാണ്. 2026 അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റിന്റെ വേദി എന്ന് പറയുന്നത് സിംബാബ്വേയും നമീബിയയാണ്. ഈ 2026 അണ്ടർ-9 ലോകകപ്പ് വേദി സിംബാബ്വെ നമീബിയയും. ജയിച്ചത് ഇന്ത്യയാണ്. റണ്ണറപ്പ് ഇംഗ്ലണ്ടും. അപ്പോൾ 2019 അണ്ടർ-19 മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് വേദി സിംബാബ്വെ നമീബിയ. ജയിച്ചത് ഇന്ത്യ. റണ്ണറപ്പ് ഇംഗ്ലണ്ട്. ഇന്ത്യൻ ഒളിമ്പിക് അക്കാദമി പ്രസിഡന്റായി നിയമിതയായത് പി ടി ഉഷയാണ്. ഇന്ത്യൻ ഒളിമ്പിക് അക്കാദമി പ്രസിഡന്റ് ആയി നിയമിതയായത് പി ടി ഉഷ.
ദക്ഷിണ ധ്രുവത്തിൽ സ്കീയിങ് നടത്തിയ പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി. ആൻസർ കാമ്യ കാർത്തികേയൻ, മലയാളിയാണ്. ദക്ഷിണ ധ്രുവത്തിൽ അതായത് സൗത്ത് പോളിൽ സ്കീയിങ് നടത്തിയ പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയാണ് കാമ്യ കാർത്തികേയൻ. കാമ്യ കാർത്തികേയൻ മലയാളിയാണ്. കാമ്യ കാർത്തികേയൻ മെയ്ഡ് ഹിസ്റ്ററി ബൈ സ്കീയിങ് ടു ദ സൗത്ത് പോൾ. ബൈ അച്ചീവിംഗ് ദിസ് ഫീറ്റ് ഷീ ബിക്കം ദ യങ്ങസ്റ്റ് ഇന്ത്യൻ ആൻഡ് ദ സെക്കൻഡ് യങ്ങസ്റ്റ് സ്കിയർ ഇൻ ദ വേൾഡ്. അപ്പോൾ പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എന്ന് ചോദിക്കുമ്പോഴാണ് കാമ്യ കാർത്തികേയൻ. ലോകത്തിലെ രണ്ടാമത്തെ പ്രായം കുറഞ്ഞ ആളും കൂടിയാണ് കാമ്യ കാർത്തികേയൻ സൗത്ത് പോളിൽ സ്കീയിങ് നടത്തിയ. ലോക റാപ്പിഡ് ചെസ് കിരീടവും ലോക ബ്ലിറ്റ്സ് കിരീടവും നേടിയത് മാഗ്നസ് കാൾസൺ ആണ്, നോർവേ. 2025 ഖത്തർ ലോക റാപ്പിഡ് ചെസ് കിരീടവും ലോക ബ്ലിറ്റ്സ് കിരീടവും നേടിയത് ആരാണ്? മാഗ്നസ് കാൾസൺ. മാഗ്നസ് കാൾസന്റെ രാജ്യം എന്ന് പറയുന്നത് നോർവേ ആണ്. ടാറ്റ സ്റ്റീൽ റാപ്പിഡ് ചെസ്സിൽ ചാമ്പ്യൻ പട്ടം നേടിയ മലയാളിയാണ് നിഹാൽ സരീൻ. ടാറ്റ സ്റ്റീൽ റാപ്പിഡ് ചെസ്സിൽ ചാമ്പ്യൻ പട്ടം നേടിയ മലയാളി നിഹാൽ സരീൻ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വേഗത്തിൽ 28,000 റൺ നേടുന്ന താരമെന്ന നേട്ടം സ്വന്തമാക്കിയത് വിരാട് കോഹ്ലി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വേഗത്തിൽ 28,000 റൺ നേടുന്ന താരമെന്ന നേട്ടം സ്വന്തമാക്കിയത് വിരാട് കോഹ്ലി. സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡാണ് കോഹ്ലി തകർത്തത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ രണ്ടാമത്തെ റൺ വേട്ടക്കാരനായും കോഹ്ലി മാറി. ശ്രീലങ്കയുടെ കുമാർ സംഗക്കാരെയാണ് മറികടന്നത്. അപ്പോൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വേഗത്തിൽ 28,000 റൺ നേടുന്ന താരം എന്ന റെക്കോർഡ് നേടിയത് വിരാട് കോഹ്ലിയാണ്. ആരുടെ റെക്കോർഡാണ് തകർത്തത്? സച്ചിൻ്റെ റെക്കോർഡ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സസ് അതായത് 650 സിക്സ് നേടിയതിൻ്റെ റെക്കോർഡ് കരസ്ഥമാക്കിയത് രോഹിത് ശർമ്മ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ 650 സിക്സ് നേടിയതിൻ്റെ റെക്കോർഡ് കരസ്ഥമാക്കിയത് രോഹിത് ശർമ്മ. അതുപോലെ തന്നെ രോഹിത് ശർമ്മക്ക് തന്നെയാണ് ODIയിൽ 352 സിക്സ് നേടിയിട്ട് ഏറ്റവും കൂടുതൽ സിക്സർ നേടിയത്. ODIയിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടിയതും രോഹിത് ശർമ്മയാണ്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സ് നേടിയതിൻ്റെ റെക്കോർഡ് കരസ്ഥമാക്കിയതും രോഹിത് ശർമ്മയാണ്. വിജയ് ഹസാരെ ഏകദിന ക്രിക്കറ്റ് കിരീടം നേടിയത് വിദർഭയാണ്. വിജയ് ഹസാരെ ഏകദിന ക്രിക്കറ്റ് കിരീടം നേടിയത് വിദർഭ. ബംഗളൂരുവിൽ നടന്ന ഫൈനലിൽ സൗരാഷ്ട്രയെ 38 റൺസിന് കീഴടക്കിയാണ് വിദർഭ ചാമ്പ്യന്മാരായത്. അപ്പോൾ വിജയ് ഹസാരെ ക്രിക്കറ്റിൽ കിരീടം നേടിയതാര? വിദർഭ. അതേപോലെ തന്നെ ഈ 2025 രഞ്ജിയിലെ ചാമ്പ്യൻസും വിദർഭയായിരുന്നു. അപ്പോൾ വിജയ് ഹസാരെ ഏകദിന ക്രിക്കറ്റ് കിരീടം നേടിയത് വിദർഭ. ബംഗളൂരുവിൽ നടന്ന ഫൈനലിൽ സൗരാഷ്ട്രയെ 38 റൺസിന് കീഴടക്കിയാണ് വിദർഭ ചാമ്പ്യന്മാരായത്. മുംബൈ മാരത്തണിൽ പുരുഷ വനിതാ കിരീടം എത്യോപ്യൻ താരങ്ങൾക്ക്. മുംബൈ മാരത്തണിൽ പുരുഷ വനിതാ കിരീടം നേടിയത് എത്യോപ്യൻ താരങ്ങളായ ടാഡു അബെറ്റ് ഡെമയും യഷി കലയു ചെക്കോലയുമാണ്. പേര് നമ്മൾ പഠിച്ചില്ലേലും ഏത് രാജ്യത്തിലുള്ള താരങ്ങളാണ്? പുരുഷന്മാരിലായിക്കോട്ടെ സ്ത്രീകളിലായിക്കോട്ടെ വിന്നേഴ്സ് ആയത് എത്യോപ്യൻ താരങ്ങളാണ്. മുംബൈ മാരത്തണിൽ പുരുഷ വനിതാ കിരീടം നേടിയ താരങ്ങൾ എന്ന് പറയുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ്? എത്യോപ്യയിൽ നിന്നും. ആഫ്രിക്കൻ നേഷൻ കപ്പ് ഫുട്ബോളിൽ ചാമ്പ്യന്മാർ സെനഗൽ. ആഫ്രിക്കൻ നേഷൻ കപ്പ് ചാമ്പ്യൻസ് സെനഗലായി. ആഫ്രിക്കൻ നേഷൻ കപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാർ സെനഗൽ. ഫൈനലിൽ മൊറോക്കയെ 1-0 പരാജയപ്പെടുത്തിയാണ് സെനഗൽ ചാമ്പ്യന്മാരായത്. അന്താരാഷ്ട്ര 2020 മത്സരത്തിൽ 8 വിക്കറ്റ് വീഴ്ത്തുന്ന ആദ്യ താരമാണ് ഭൂട്ടാന്റെ സോനം യഷി. അന്താരാഷ്ട്ര 2020 മത്സരത്തിൽ 8 വിക്കറ്റ് വീഴ്ത്തുന്ന ആദ്യ താരം ഭൂട്ടാന്റെ സോനം യഷി. അപ്പോൾ സോനം യഷിയാണ് അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ 8 വിക്കറ്റ് വീഴ്ത്തുന്ന ആദ്യ താരമാണ് ഭൂട്ടാന്റെ സോനം യഷി. അയൺ ബട്ടർഫ്ലൈ എന്ന വിളിപ്പേരുള്ള മുൻ ലോക 1-ാം നമ്പർ ഇന്ത്യൻ ബാഡ്മിൻ്റൺ ഇതിഹാസ താരമാണ് സൈന നെഹ്വാൾ. ഇവരെന്ത് ചെയ്തു? വിരമിച്ചു. അപ്പോൾ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ബാഡ്മിൻ്റൺ താരമാണ് സൈന നെഹ്വാൾ. സൈന നെഹ്വാളിൻ്റെ നിക്നെയിമാണ് അയൺ ബട്ടർഫ്ലൈ. 83ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങൾ കൊടുത്തു. 83ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം. അതിൽ മികച്ച ചിത്രം ഡ്രാമ വിഭാഗത്തിൽ ഹാംനെറ്റും മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. അപ്പോൾ 83ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ ഡ്രാമ വിഭാഗത്തിൽ മികച്ച ചിത്രം ഹാംനെറ്റ്, മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ മികച്ച ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. 83ാം ഗോൾഡൻ ഗ്ലോബ് അവാർഡ് മികച്ച നടൻ ഡ്രാമ വിഭാഗത്തിൽ വാഗ്നർ മൗറ അഭിനയിച്ച ചിത്രം ദ സീക്രട്ട് ഏജന്റ്. 83ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ മികച്ച നടൻ ഡ്രാമ വിഭാഗത്തിൽ വാഗ്നർ മൗറ, സിനിമ ദ സീക്രട്ട് ഏജന്റ്. മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ തിമോത്ത ഷാലമെ
ഫിലിം മാർട്ടി സുപ്രീം. അപ്പോൾ 83ാമത് ഗോൾഡൻ ഗ്ലോബിലെ മ്യൂസിക്കൽ ആൻഡ് കോമഡി വിഭാഗത്തിൽ മികച്ച നടനായത് ആരാണ്? തിമോത്ത ശാലമേ. മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിലെ മികച്ച നടൻ തിമോത്ത ശാലമേ, സിനിമ മാർട്ടിൻ സുപ്രീം. ഡ്രാമ വിഭാഗത്തിൽ വാഗ്നർ മൗറ, ദ സീക്രട്ട് ഏജന്റ്. മികച്ച നടി 83ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ മികച്ച നടിയായിട്ട് ഡ്രാമ വിഭാഗത്തിൽ ജെസി ബക്ലി, ചിത്രം ഹാംനെറ്റ്. ഡ്രാമ വിഭാഗത്തിലെ മികച്ച ചിത്രമായ ഹാംനെറ്റിൽ അഭിനയിച്ചതിന് ഡ്രാമ വിഭാഗത്തിലെ മികച്ച ചിത്രമാണ് ഹാംനെറ്റ്. 83ാം ഗോൾഡൻ ഗ്ലോബിലെ ഡ്രാമ വിഭാഗത്തിലെ മികച്ച ചിത്രം ഹാംനെറ്റിൽ അഭിനയിച്ചതിനാണ് ഡ്രാമ വിഭാഗത്തിലെ മികച്ച നടിയായിട്ട് ജെസി ബക്ലീനെ തിരഞ്ഞെടുത്തത്. ഇനി മ്യൂസിക്കൽ ആൻഡ് കോമഡി വിഭാഗത്തിൽ 83ാം ഗോൾഡൻ ഗ്ലോബിലെ മ്യൂസിക്കൽ ആൻഡ് കോമഡി വിഭാഗത്തിലെ മികച്ച നടിയായിട്ട് റോസ് ബൈറൺ. ഇഫ് ഐ ഹാഡ് ലെഗ്സ് ഐ വുഡ് കിക്ക് യു. റോസ് ബൈറൺ അഭിനയിച്ച സിനിമയാണ് ഇഫ് ഐ ഹാഡ് ലെഗ്സ് ഐ വുഡ് കിക്ക് യു. മ്യൂസിക്കൽ ആൻഡ് കോമഡി വിഭാഗത്തിൽ 83ാമത് ഗോൾഡൻ ഗ്ലോബ് മികച്ച നടി എന്ന് പറയുന്നത് റോസ് ബൈറൺ. മികച്ച സംവിധായകൻ 83ാമത് ഗോൾഡൻ ഗ്ലോബിലെ മികച്ച സംവിധായകൻ എന്നറിയപ്പെടുന്നത് പോൾ തോമസ് ആൻഡേഴ്സൺ ആണ്. അദ്ദേഹത്തിൻ്റെ സിനിമയാണ് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. അപ്പോൾ 83ാമത് ഗോൾഡൻ ഗ്ലോബിലെ മികച്ച സംവിധായകൻ എന്ന് പറയുന്നത് പോൾ തോമസ് ആൻഡേഴ്സൺ, ഫിലിം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. 83ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ മികച്ച വിദേശ ഭാഷാ ചിത്രമായത് ദ സീക്രട്ട് ഏജന്റ് ആണ്, ബ്രസീൽ. 83ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ മികച്ച വിദേശ ഭാഷാ ചിത്രം എന്ന് പറയുന്നത് ദ സീക്രട്ട് ഏജന്റ്, ബ്രസീൽ. താങ്ക് യു.